ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഞാൻ കുറേ പുതിയ പുതിയ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാം പോയി കാണണം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മസാല ഷവായി ചിക്കനാണ്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കിടിലൻ റെസിപ്പിയാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. 22 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി ചില്ലി തന്നെ എടുക്കണം. കാശ്മീരി ചില്ലിയാകുമ്പോൾ നമ്മളെ റെസിപ്പിക്ക് നല്ല കളറെല്ലാം കിട്ടും. ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം, 5 ടേബിൾ സ്പൂൺ വിനേഗർ ഇത്രയും ചേർത്ത് മൂടി വെക്കുക. ഇനി ഈ റെസിപ്പിക്ക് കൊച്ചുള്ളിയാണ് വേണ്ടത്. 25 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2-2.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുടം വെളുത്തുള്ളി, വലിയൊരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഒരു പിടി ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വലിയ സൈസുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. മുളകും വിനേഗറും ഞാൻ 4 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതും മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇവിടെ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കടയിൽ നിന്നും വാങ്ങുന്ന സമയത്ത്, അതായത് തൂവലോട് കൂടി 200 ഗ്രാം ഉണ്ടായിരുന്നു. തൂവലും വേസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം 1,800 ഗ്രാമാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ പുറത്ത് കാണുന്ന സ്കിൻ ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യേണ്ട. അപ്പോൾ അതോടുകൂടി ചെയ്താലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. മസാല തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ടൊന്ന് ഒരു കത്തി കൊണ്ട് വരഞ്ഞ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് വലിയ ചിക്കനാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോ 1.25 കിലോയുടെ ചിക്കനൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ മസാലയിലും എടുക്കുന്ന സാധനത്തിലും കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി. വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറുതാകുമ്പോൾ അത്ര ഉപ്പൊന്നും ആവശ്യം വരില്ല. മസാലയൊക്കെ തേച്ച് 5 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഈ ചിക്കൻ കുക്കറിലോട്ട് മാറ്റണം. ഇനി ഇതിലുള്ള മസാല ഉണ്ടല്ലോ, മസാലയും ഈ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ മൂടി വെച്ചതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ ചിക്കനാണെങ്കിൽ 1 വിസിൽ വന്നാൽ മതി. ഇത് വലിയ ചിക്കനായതുകൊണ്ട് ഞാനിപ്പോൾ 2 വിസിൽ ഇട്ടിട്ടുണ്ട്. ഇനി സ്റ്റീമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ സ്റ്റീമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അടുക്കി പിടിക്കാനും കരിയാനൊന്നും ചാൻസ് ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി കുക്കായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ കുറേ സമയമൊന്നും എടുക്കില്ല. ഒരു ഭാഗം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി തിരിച്ചിട്ട് മറ്റേ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡ് കളർ ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വീഡിയോ കാണുന്ന പോലെ ഒന്നല്ല, ഉണ്ടാക്കി തുടങ്ങിയാൽ ഭയങ്കര ഈസിയാണ്. നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന അത്രയൊന്നും ജോലിയില്ല, കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. അത്ര ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടേ വേണ്ട, അത്രയും ടേസ്റ്റാണ്. ഇനി വീട്ടിൽ പുതിയാപ്പിളമാരെല്ലാം വന്നാൽ നമുക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാം. ഈ ടേസ്റ്റിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കണം. ഭയങ്കര അഭിപ്രായമായിരിക്കും. പുതിയാപ്പിളിൻ്റെ ആൾക്കാർ വരുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ നമുക്ക് തന്നെ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുക്കറിൽ കിടക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കാവണം. ഇനി ആവശ്യമാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി കിട്ടിയ ഓയിലുണ്ടല്ലോ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു.
ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ അരപ്പ് ചിക്കനിലൊന്ന് പിടിക്കണം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചിക്കനിലേക്ക് പിടിക്കും. ഓൾറെഡി മസാലയും നല്ല ഫ്രൈ ആയിട്ടുണ്ട്, ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ഒന്ന് ചൂടാവണം, അത്രയേ ഉള്ളൂ. ഇതാ ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മസാല ഷവായ് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലോ നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ പുതിയാപ്പിളമാരെ സൽക്കരിക്കാനൊക്കെ നമുക്ക് ഈ റെസിപ്പി ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ മസാല മാത്രം മതി, നമുക്ക് ചിക്കൻ തന്നെ ആവശ്യമില്ല, അത്രയും ടേസ്റ്റുള്ളൊരു മസാലയാണിത്. ചപ്പാത്തി, പൊറോട്ട, മന്തി, റൈസ് എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണിത്. മെയിനായിട്ട് വേണ്ടത് കാശ്മീരി ചില്ലിയും അതേപോലെ ചെറിയുള്ളിയും, അത് രണ്ടും എടുക്കണം. പിന്നെ വറ്റൽമുളക്, സാധാരണ വറ്റൽമുളക് എടുക്കണ്ട, സവാള എടുക്കണ്ട. ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. 1 കിലോ ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 15 കുഞ്ഞുള്ളിയും 15 കാശ്മീരി ചില്ലിയും എടുത്താൽ മതി. പിന്നെ ഉപ്പെല്ലാം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇതാ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ, പുതിയാപ്പിളമാരൊക്കെ വന്നാൽ ഇതേപോലെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്താൽ കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം, അതാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറം സ്കിന്നുണ്ടല്ലോ, അത് കളയാണ്ട് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. സ്കിന്നോട് കൂടി വാങ്ങിയാൽ അതിൻ്റെ രോമങ്ങളൊക്കെ അവിടെ എവിടെയാണ് ബാക്കിയുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ തീയിലൊന്ന് കാട്ടിയാൽ മതി. സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് കാട്ടി കൊടുത്താൽ എല്ലാം കരിഞ്ഞു പോകും. ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് ഷവായി ചിക്കൻ കഴിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും കാണുന്നതുവരെ ബൈ ബൈ.